ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് കുറച്ച് ചെറിയുള്ളിയൊക്കെ നടാനായിട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് വയലറ്റ് പയറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇന്ന് നടാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഇതാ കണ്ടില്ലേ, നമ്മുടെ തക്കാളി വഴുതനയാണ് കേട്ടോ ഇപ്പോഴത്തെ താരം. കാരണം കുറേ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഒരു തക്കാളി വഴുതന കൊണ്ട് നട്ടതാണ്. അതിനകത്തുനിന്ന് ഇങ്ങനെ കമ്പ് മുറിച്ച് നട്ടതാണ്. ഇപ്പോൾ ഒരെണ്ണം ചെടിച്ചട്ടിയിൽ കണ്ടില്ലേ, നിറയെ ഉണ്ട്. ഇപ്പോൾ ദിവസം നമുക്ക് കറിക്കകത്തൊക്കെ ഇടാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഗുണമൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ വള്ളിച്ചീരയാണ്. വള്ളിച്ചീരയുടെ ഈ ഒരു കണ്ടില്ലേ, ഇത് സത്യം പറഞ്ഞാൽ നാച്ചുറൽ ലിപ്സ്റ്റിക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഒരു പിങ്ക് കളറ്. ഇത് ശരിക്കും ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചെടുത്ത് കണ്ടില്ലേ മുളകുണ്ടായി നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മുളകാണ് ഈ ഒരു വയലറ്റ് കളറിലുള്ള ഉണ്ടമുളക്. പണ്ട് നമുക്ക് വീട്ടിൽ പച്ച കളറിലെ ഉണ്ടമുളക് ഉണ്ടായിരുന്നു. ശരിക്കും ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ മീൻകറി ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ ഈ പച്ചക്കറി വെക്കുക എന്ന് പറയും. അതായത് തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതിന് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനകത്തുണ്ടല്ലോ ഈ ഒരു ഉണ്ടമുളകൊക്കെ അങ്ങോട്ട് ഇട്ടാണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ. ശരിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു പാൽ മണവും ഒക്കെ. ഇത് സത്യം പറഞ്ഞാൽ അത്ര വലിപ്പം അങ്ങോട്ട് വെക്കത്തില്ല. ഈ ഒരു കണ്ടില്ലേ, മുന്തിരി പോലെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പച്ചമുളക് കുഞ്ഞ് തൈയായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ടതാണ്. അപ്പോൾ അതിനകത്തെല്ലാം എന്തേ കണ്ടില്ലേ, മുളകായിട്ടുണ്ട്. അപ്പോൾ ഇത് പല സൈസിലെ മുളകാണ്. ചിലത് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സൈസായിട്ടാണ്. പിന്നെ ഈ ഒരു വഴുതന ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരാളാണ്. നമുക്ക് എങ്ങനെയായാലും നമുക്ക് കറിക്കകത്തൊക്കെ ഇടാനായിട്ട് ഒരു വഴുതനങ്ങ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ വയലറ്റ് കാന്താരി ഉണ്ടോ, ഈ ആൾ ഇപ്പം മുഴുവൻ അങ്ങോട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീട്ടിൽ അങ്ങനെ കാന്താരി എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം കുറേ ഉണ്ട്. എനിക്കിപ്പോൾ അൾസറും കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എരിവുള്ളതും കൂടെ അങ്ങോട്ട് കഴിക്കാനും പറ്റുന്നില്ല. ഈ ചില വീഡിയോസിലൊക്കെ ഈ കാന്താരിയൊക്കെ ഉപ്പിലിട്ടതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം തോന്നി ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് ഉപ്പിലിട്ട് വെക്കണമെന്നുണ്ട് ആഗ്രഹം. നോക്കട്ടെ, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ കുറേ എങ്ങനെയാണെന്നറിയില്ല, ഇപ്പം വേറെ ആരും ഇവിടെ പടരാനില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കോവൽ കുറേ ആയി വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോവയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷേ അത് ക്ലിയറായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇത് നമ്മുടെ വയലറ്റ് പയർ ഉള്ളതാണ് കേട്ടോ. ഒരു 2 എണ്ണമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള പയർ. അതിനകത്ത് കണ്ടോ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേര് എനിക്കൊന്ന് മുഞ്ഞയാണെന്ന് തോന്നുന്നു കേട്ടോ. അതൊരു നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ഒരു പയറുണ്ടല്ലോ, പയറിൻ്റെ തണ്ട് ഇങ്ങനെ വെട്ടി കളയുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ. ഇതിങ്ങനെ കുറേ ഈ ഒരു പയറിനകത്തുണ്ട്. എപ്പോൾ പയർ നട്ടാലും ഈ ഒരു സംഭവം ഇങ്ങനെ ഫുള്ള് കയറി വരും. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ നമ്മളിപ്പം മറ്റേ ഈ ഒരു കീടനാശിനി ഉണ്ടല്ലോ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ, അതൊന്നും ഇപ്പോൾ തളിക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറേ ആയി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് എളുപ്പം ഒരു വഴിയെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഞെരടി കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്ന കുറച്ച് കോവയ്ക്കയാണ്. ഇത് ശരിക്കും ഉരുണ്ട കോവയ്ക്കയാണ്. ഇത് അങ്ങനെ വലിയ നീളം വെക്കുന്ന ഒരു സംഭവമല്ല ഇത്. എന്നാലും ഇത് കണ്ടില്ല, അതിന് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കുരുടായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ വയലറ്റ് പയർ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പാകാനായിട്ട് പോകുന്നത്. നല്ല നീളമുള്ള പയറാണ്. ഇത് ഹൈബ്രിഡ് പയറാണ്. വൈജയന്തി എന്നാണ് പേര്. നല്ല ടേസ്റ്റാണ്. ഇത് മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനായിട്ടും തീയിലൊക്കെ വെക്കാനായാലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക കുട്ടന്മാരെയും കൂടെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതും നമുക്ക് സാമ്പാറിനകത്തും അവയിലിനകത്തും ഒക്കെ ഇടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെണ്ടയ്ക്ക കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം ഇലയെല്ലാം കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇതൊക്കെ നടാനായിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു കൃഷിയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇതിന് മാത്രം മണ്ണ് എവിടെ നിന്ന് കിട്ടുന്നെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാച്ചിലൊക്കെ നട്ടിട്ടുള്ള ഒരു ചാക്കിനകത്ത മണ്ണാണ് കേട്ടോ. അതൊക്കെ തന്നെയാണ് വീണ്ടും കുറച്ച് കുമ്മായോ അല്ലെങ്കിൽ എന്തെങ്കിലും വളമോ ഒക്കെ ചേർത്തിട്ട് വീണ്ടും എടുക്കുന്നത്. ഇത് എപ്പോഴും പോയി ചെന്ന് മണ്ണെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ. ബൈ ദ വേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലെ പഴയൊരു മിക്സിയുടെ ജാറാണ് കേട്ടോ. അത് വെറുതെ അവിടെ കിടക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ താരം ചെറിയ ഉള്ളി. ഇത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു വെച്ച സാധനമാണ്. എനിക്ക് അന്നേരം പനി, സൈനസൈറ്റിസ്, ശ്വാസമുട്ടൽ എല്ലാം കൂടെ വന്ന് ഞാൻ ഒരു പ്രാവശ്യം തേച്ചുള്ളൂ. പിന്നെ അത് അവിടെ ഇരുന്നത് ഇങ്ങനെ മുളച്ചു വന്നു. അപ്പോൾ പിന്നെ ഇതൊന്ന് നടാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ചെറിയ ഉള്ളി എങ്ങനെയാണ് നടേണ്ടത്, ഏത് സമയത്താണ് നടേണ്ടത്, അതിനെപ്പോഴും വളമിടണം, ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇതാണ് ഞാൻ ഉണക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വയലറ്റ് പയർ കേട്ടോ. ഇത് കുറേ പ്രാവശ്യം കേട്ടോ, ഇത് എപ്പോഴേ എടുത്ത് വെച്ചതാണ്.
സംഭവം ഇനിയെങ്കിലും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉറുമ്പ് കൊണ്ടും അല്ലെങ്കിൽ കേടായി പോകും എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടും വേറെ അരി ഇല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. എന്തായാലും ഉണ്ട്, സംഭവം എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കൊണ്ട് നടാനായിട്ട് പോകണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പയറാണ് കേട്ടോ ഇത്. എനിക്കിത് പച്ച പയറിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് ഇത്. നമ്മൾ ഈ കടയിലൊക്കെ ചെല്ലുമ്പോൾ നല്ല നീളമുള്ള പച്ച കളറിലെ പയർ കിട്ടത്തില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് കളർ തന്നെയാണിത്. ഇതൊക്കെ ഇങ്ങനെ ഇതെന്നൊക്കെ വെച്ചാൽ നമുക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ എന്താ പറയുക അങ്ങനെ കിട്ടുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഈ ഒരു അരിയൊക്കെ സൂക്ഷിച്ച് വെച്ച് വീണ്ടും ഇങ്ങനെ നടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ പ്രാവശ്യമായി ഇതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മടിയും കാര്യങ്ങളുമായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു കൃഷി സംഭവങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു അരി പോകണ്ടെന്ന് വെച്ച് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കി എടുത്തിട്ടാമല്ലോ, അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ ഇത്രയും അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരി എല്ലാം കൂടി ഇനി നടാനായിട്ട് പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ. അവിടുന്ന് മേടിച്ചിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ചട്ടിയാണ് കേട്ടോ. വിചാരിച്ച അത്രയും വലിയ വലിപ്പമൊന്നും ഇല്ല എങ്കിലും ഇതുപോലെയൊക്കെ അരിയൊക്കെ പാകി കളിപ്പിക്കാനോ എന്തെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കരിയിലകളൊക്കെ ഇതാ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആ ഒരു മണ്ണിനകത്ത് ചാരം മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ വളങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു കൃഷിയൊക്കെ ചെയ്യുന്നത്. പിന്നെ പയർ എന്തായാലും നമുക്ക് മാറ്റി നടാനായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഈ ഒരു നടുന്നത്. ചെറിയുള്ളി എങ്ങനെയാണ് സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ അതിൻ്റെ കൃഷിയൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിന് കെയർ ചെയ്യണം എന്നൊക്കെയുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നവരെന്തായാലും കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അറിവൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളിയുടെ ഇങ്ങനെ ഈ കൃഷി വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഉള്ളിയുടെ വിളവെടുപ്പ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറിച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും ഈ ഒരു സംഭവം അങ്ങനെ വലിയ കൃഷി ചെയ്യാനായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് തന്നെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ചെറിയുള്ളി ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും തിരിച്ചെന്തെങ്കിലും ഒരു അംശമെങ്കിലും കിട്ടണമെന്ന വിചാരത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു നട്ട് വെക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ അവിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് നമ്മുടെ ഈ ഒരു പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്ന സമയത്തുണ്ടല്ലോ അതിങ്ങനെ മുളച്ചിട്ട് ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേടായ ഒരു സംഭവം ഇങ്ങനെ മാറിയിട്ട് കുറച്ചൊരു ഫ്രഷായിട്ടുള്ള അതിൻ്റെ ഒരു സംഭവം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഈ നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മഴ സമയത്തുണ്ടല്ലോ നമ്മുടെ പറമ്പിൽ കുറേ പച്ചിലകളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയാം, ഈ ഒരു പച്ചിലയ്ക്കകത്തെല്ലാം നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാണകപ്പൊടി ഒന്നും വേണമെന്നില്ല, ഇതൊക്കെ തന്നെ മതി. പിന്നെ നമുക്ക് വളങ്ങളൊക്കെ ഇടാൻ താല്പര്യമുള്ളവരൊക്കെ പിന്നെ അങ്ങോട്ടൊക്കെ ഇട്ട് നോക്കുക. ഇത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇത് രാവിലെ നമുക്ക് നമ്മുടെ വീട്ടിൽ എടുത്തിട്ടുള്ള അതിൻ്റെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി കിളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ പറിച്ച് കളയും. എന്തായാലും ഇതിപ്പം കണ്ടില്ലേ നമ്മൾ മണ്ണും കരിയിലയും അല്ലെങ്കിൽ പച്ചിലയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കമ്പോസ്റ്റായി വരും. എന്നാലും വളർന്നു വരികയാണെങ്കിൽ പറിച്ച് കളയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം എല്ലാം ഈ ഒരു ലെവലിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താഴ്വശത്ത് കരിയിലയും പച്ചിലയൊക്കെ ആയതുകൊണ്ട് തന്നെ പയർ എന്തായാലും നമ്മൾ ഇനിയിപ്പം പറിച്ച് നടുമല്ലോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ആണെങ്കിലും ചെറിയുള്ളി എനിക്ക് തോന്നുന്നു ഈ ഒരു മഞ്ഞൾ ഇഞ്ചിയുടെ ഒക്കെ കൂട്ടുകാൻ ഒത്തിരി താഴോട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരിയിലൊക്കെ താഴുന്നതനുസരിച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ചെറിയുള്ളി നടുന്നതാണോ ഒന്നും പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനം ആയതുകൊണ്ട് തന്നെ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വെച്ച് നടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വിഡിത്തരാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ചെടിച്ചട്ടിയിൽ പറ്റുന്ന രീതിയിലെല്ലാം ഞാനങ്ങ് നട്ട് വെക്കുകയാണ്. കാരണം ഇതെല്ലാം മുളച്ചിട്ടും ഉണ്ടായിരുന്നു. നോക്കാം വളർന്നു വരുമോ ഇല്ലയോ നോക്കാം. എന്തായാലും മുളയൊക്കെ ഉണ്ട്, വളർന്നു വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഉള്ളിയൊക്കെ ഒത്തിരി മഴ പെയ്ത് കഴിഞ്ഞാൽ അവിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് അത്യാവശ്യം ഒരു 3-4 ഹോളുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ചെടിച്ചട്ടിക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലയെന്ന് വിചാരിക്കുന്നു. എന്നാലും അറിയില്ല, ഓരോ കൃഷിക്കും ഓരോരോ കാലാവസ്ഥകളുണ്ടല്ലോ. അപ്പോൾ ഇത് വളർന്നു വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം കണ്ടില്ലേ ചെറിയുള്ളി എല്ലാം അങ്ങോട്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാം കേട്ടോ, എന്തൊക്കെ വളങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്.
വളർന്നു വന്നാൽ നല്ല കാര്യം. പിന്നെ ഈ ഒരിക്കൽ ഒന്ന് സവാളയുടെ തണ്ടാണോ ഈ തോരൻ വെക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ ഉള്ളിയുടെ ഇല എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ കുറേ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്ന കാണാം. ശരിക്കും ഉള്ളിയുടെ മണം തന്നെയാണ്. ഇനി ഉള്ളി കിട്ടിയില്ലെങ്കിൽ അതെങ്കിലും എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടോ ഈ ഒരു പയർ. ഈ പയറിൻ്റെ ഈ ഒരു അറ്റ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മുന, ആ ഒരു എന്താ പറയുക, ഒരു തൈ വളർന്നു വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കമിഴ്ത്തി താഴോട്ട് മണ്ണിനകത്തോട്ട് ഇറക്കി വെച്ച് വേണം നടാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് വളർന്നും വരും, അങ്ങനെ അഴുകി പോകത്തില്ല. നമ്മൾ ഈ ചരിച്ചൊക്കെ വെക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ഒരു വേര് നന്നായിട്ട് മണ്ണിലോട്ട് ഇറങ്ങി പോകത്തില്ല. പിന്നെ അതങ്ങ് മറ്റേ തണ്ടെല്ലാം കൂടെ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിപ്പോൾ ഒരു വെണ്ടയ്ക്കയുടെ ഒക്കെ ആണെങ്കിലും പടവലങ്ങ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അരികൾ നമ്മൾ ആ ഒരു മുള വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കമിഴ്ത്തി മണ്ണിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരുത്തോടെ വളർന്നു വരും, എല്ലാം മുളച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇതും ഞാനൊരു പ്രതീക്ഷയിൽ, ഇതെന്തായാലും പയർ എന്നെ ചതിക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ കണ്ടോ എല്ലാ കുഴിയിലും ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പാകുമ്പം കുറേ ഡിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് എന്തായാലും എന്താ പറയുക, കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ ഓരോരുത്തരെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി നടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഏകദേശം എല്ലാം ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ പയർ നടുന്ന സമയത്ത് എല്ലാവരും ഈ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ടൊക്കെ ആണല്ലോ നടുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഡയറക്റ്റായിട്ടാണ് നടുന്നത്. അങ്ങനെയും ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ നടുന്നതാണ് കേട്ടോ. അതായത് കണ്ടോ, ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഈർപ്പത്തിൽ തന്നെ നിന്നിട്ട് ഇത് വളർന്നു വരും. പിന്നെ ഇപ്പം എന്താ പറയുക, കുതിർത്തിട്ട് നടുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ഞാൻ അങ്ങനെ നട്ട സമയത്തൊക്കെ ഇങ്ങനെ കേടായി പോയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൊടുത്താൽ മതി, ആ ഒരു വെള്ളം വലിച്ച് ഈ ഒരു പയർ മുളച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഉള്ളിക്കും കുറച്ച് വെള്ളമെല്ലാം തളിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു മുളയായിട്ട് വന്നിട്ടുള്ളത്. ചിലതൊന്നും മുള ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെന്തായാലും ഡയറക്റ്റായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇവിടെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും നട്ട സംഭവങ്ങളൊക്കെ ഇനി ഒരു എന്താ പറയുക തണലത്തോട്ട് ഞാൻ വെക്കുകയാണ്. എന്നാൽ കുറച്ച് വെയിൽ കൊള്ളണം, എന്നാൽ അധികം എന്നാൽ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ ഞാനൊരു ഷെയ്ഡിന് സൈഡിലോട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി വെള്ളം കെട്ടി സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെയിലും കിട്ടണം ആ ഒരു രീതിയിൽ. പിന്നെ കുറച്ച് വെയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പച്ചക്കറി നമ്മളിങ്ങനെ പാകുന്ന സമയത്ത് നല്ല കരുത്തോടെ വളർന്നു വരാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ പണ്ട് പൂങ്കാവനം വരുന്ന സ്ഥലമായിരുന്നു, ഇപ്പോൾ ഇവിടെ മരുഭൂമി പോലെ ആയിട്ടുണ്ട്. കുറേ കുറ്റിപ്പോച്ചയാണ് ഇപ്പോൾ ഗ്രോ ബാഗിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി പയറൊക്കെ നമുക്ക് വളർന്നു വരുമ്പോൾ ഇതിനകത്തോട്ട് നടണം. പിന്നെ ഇത്രയും നാൾ ഞാൻ അങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് എൻ്റെ ചാനലിൽ വ്യൂസൊക്കെ കുറവായതുകൊണ്ടാണ്. കാരണം മോണിറ്റൈസേഷനൊക്കെ കട്ടായിപ്പോയി, കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കിട്ടി, അങ്ങനെ ചാനൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ആരും ചെയ്യുന്നില്ല, അപ്പോൾ അതും ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.